കോൺഗ്രസ് നേതാവായിരുന്ന ജോസഫ് നമ്പാടന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന ജോസഫ് നമ്പാടന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ വിശിഷ്ടാതിഥിയായി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KN ബാബുരാജ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, DCC സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പുതുക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, വട്ടണ്ണാത്ര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ സെക്രട്ടറി T രാമകൃഷ്ണൻ, KCSPA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം PU ചന്ദ്രശേഖരൻ, യുണൈറ്റഡ് സ്റ്റീൽസ് ഡയറക്ടർ പോൾ വട്ടക്കുഴി, കല്ലൂർ സീനിയേഴ്സ് ക്ലബ് ഭാരവാഹി വർഗീസ് രായപ്പൻ, ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി, ATCS ഡയറക്ടർ ദിനിൽ പാലപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. വളർത്തിയെടുക്കുന്നതിൽ പങ്ക് വഹിക്കേണ്ടത്, എങ്ങനെയാണത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് തൻ്റെ ജീവിതത്തിലെ 29 വർഷക്കാലത്തെ അനുഭവങ്ങളിലൂടെ നേടിയെടുത്ത നേതൃപാഠം, അത് തൃശ്ശൂർ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സർവീസിൽ ഇരിക്കുമ്പോഴും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് നമ്മൾ വന്നപ്പോൾ ഗോപാലകൃഷ്ണേട്ടൻ പറഞ്ഞു, ഏത് ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവരുമാണെങ്കിലും അത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളാണെങ്കിൽ പോലും സഹകരണ മേഖലയിലെ ഒരു സംശയം തീർക്കണമെങ്കിൽ അത് സർവീസിൽ ഇരിക്കുമ്പോഴും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഭവം അത് ചോദിക്കുവാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ജോസഫ് നമ്പാടന്റെ ആ വലിപ്പം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് തന്നെയാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പച്ചൻ്റെ 4ാം വാർഷികത്തിൽ നടക്കുന്ന ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനാവുക എന്നുള്ളത് ഞാൻ കരുതുന്നു അതൊരു നിയോഗമായിരിക്കാം ചിലപ്പോൾ. കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു സമ്മേളനത്തിന് അധ്യക്ഷനാവാനുള്ളൊരു അവസരം വരാൻ സാധ്യതയില്ല. അപ്പച്ചൻ്റെ മരണശേഷം ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ വരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ജോർജേട്ടൻ മരിക്കുമ്പോഴാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇതൊരു നിയോഗം തന്നെയായിട്ട് കണക്കാക്കുന്നു. ഞാൻ ഒരുപാട് സംസാരിക്കാനോ അതിനുള്ള ഒരു ഒരുക്കത്തിലോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതിലോ അല്ല. എൻ്റെ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ റോള്. അതിഥികൾ, നമ്മൾ വിളിച്ച അതിഥികൾ മുൻ MLA TV ചന്ദ്രമോഹൻ അടക്കമുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇതിനെത്തിച്ചേർന്നു. ചിലരെത്താൻ വൈകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരക്ക് പിടിച്ച് പരിപാടികൾ തുടങ്ങുകയും അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ നേരത്തെ നമ്മുടെ സംഘടനയുടെ സർവീസ് സംഘടനയുടെ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനിൽ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായിട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സദസ്സിലാണ് ഇരിക്കുന്നത്. എങ്കിലും അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ വ്യക്തിപരമായി അറിയും. ഇവിടെ വരുമ്പോൾ ഞാൻ പഴയ തലമുറയിൽപ്പെട്ട ആളാണോ പുതിയ തലമുറയിൽപ്പെട്ട ആളാണോ എന്ന് എനിക്കൊരു സംശയം തോന്നും. കൃഷ്ണൻകുട്ടിയേട്ടൻ സ്വാഗതം പറയുമ്പോൾ അതേപോലെ പഴയ കാലത്തെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ PP ജോർജ് മാസ്റ്റർ, VL ലോനപ്പൻ, ഭാസ്കരൻ നായർ, കൊച്ചപ്പേട്ടൻ, രാമൻ നായർ, അങ്ങനെ തുടങ്ങി പരമേശ്വരൻ വരെയുള്ള ഒരുപാട് ആളുകളെ വ്യക്തിപരമായി പേരെടുത്ത് വിളിക്കാനും നേരിട്ട് കാണുമ്പോൾ എന്നെ സ്വീകരിക്കാനും കഴിവുള്ള ആളാണ്. ഇപ്പോൾ രാമമാഷ് ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഈ പൊതുപരിപാടിയിൽ വെച്ചാണ് സാധാരണ കാണാറ്. ഇവിടെ വരുമ്പോൾ എന്നെക്കാളും ഒരുപക്ഷെ ഇന്ന് തിരക്കുള്ള ആളുകൾ സ്റ്റേജിൽ നിൽക്കുന്ന ഒട്ടേറെ മറ്റു നേതാക്കൾ, ഓരോരുത്തരും പേര് പറഞ്ഞാൽ നിരവധി പേരുണ്ട്. അവരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ ജീവനക്കാർക്ക് അതുല്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലെയാണ് നമുക്ക്
എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ഓരോ ഇതിലും ജോസ് പട്ടൻ നമ്മളെ ഇവിടെ ശാസിക്കുകയും അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ബാങ്കിലെ നമ്മുടെ ഒപ്പം ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങൾ. ജോസഫേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എനിക്കൊരു ഗുരുവാണോ അതോ ഇനി ജ്യേഷ്ഠ സഹോദരനാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തെ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ 2000 പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ജോസഫേട്ടൻ്റെ നിര്യാണത്തിൽ ഇന്ന് 4 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ 3 വർഷവും ഇതുപോലെയുള്ള അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷവും ഇതുപോലെ വിപുലമായിട്ടുള്ള അനുസ്മരണ സമ്മേളനം നമ്മളോടുള്ള ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങളെ, അടുത്ത സുഹൃത്തുക്കളെ, ജോസഫ് നമ്പാടായിട്ട് ഞാൻ ചേട്ടനായിട്ട് വളരെ അടുപ്പം ഉണ്ടായി. പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നമ്പാട് ഫാമിലി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ എല്ലാ പ്രിയത്തിലേക്ക് സ്വാഗതം ചെയ്യുക. കൂടി ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ആശംസ അറിയിച്ചുകൊണ്ടും ജോസഫേട്ടൻ്റെ നല്ല മനസ്സ് എന്നും ഓർമ്മയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.